നടൻ വിനായകനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുകയാണ്. അദ്ദേഹം തന്നെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. പിന്നീട് അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. അദ്ദേഹം ഇട്ട ഏറ്റവും ഒടുവിലിട്ട ഒരു പോസ്റ്റിന് കീഴെയാണ് ഈ സൈബർ ആക്രമണം നടക്കുന്നത്. ആരാണ് നടത്തുന്നത്? കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ്. കൂടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമുണ്ട് എന്നാണ് കമന്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്താണ് കോൺഗ്രസ് പ്രവർത്തകരെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത്? എന്താണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത് വിനായകനെതിരെ സൈബർ ആക്രമണം നടത്താൻ? അത് നമുക്ക് കാണാം. സഖാവ് VS-ന് ആദരാഞ്ജലി അർപ്പിച്ച് കൊച്ചിയിൽ നടന്ന ചെറിയ ഒരു പരിപാടി, പ്രാദേശികമായി നടത്തിയ ഒരു പരിപാടി. ആ പരിപാടിയിൽ വിനായകൻ പങ്കെടുക്കുന്നു, VS-ന് ആദരാഞ്ജലി അർപ്പിക്കുന്നു, കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. അതാണ് കോൺഗ്രസ് പ്രവർത്തകരെയും മുസ്ലിം ലീഗ് പ്രവർത്തകരെയും വല്ലാതെ പ്രകോപിപ്പിച്ചത്. കൂടെ BJP-യുടെ പ്രവർത്തകരുമുണ്ട്. അവർ പറയുന്നത് മറ്റൊരു വിഷയമാണ്. പകൽഗാം നടക്കുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദ്യമാണ് BJP പ്രവർത്തകർ ചോദിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയാണ് വിനായകനെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDF-ന്റെ പ്രവർത്തകർ. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അതേക്കുറിച്ച് വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റല്ല, ഒരു വീഡിയോ. ആ വീഡിയോ ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതാണ് എന്ന വിമർശനം ഉയർന്നു വരികയും പിന്നീട് അദ്ദേഹം തന്നെ ആ വീഡിയോ പിൻവലിക്കുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അന്നവിടെ തീർന്ന പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴിതാ അത് വീണ്ടും കുത്തിപ്പൊക്കുകയാണ് കോൺഗ്രസിന്റെ UDF-ന്റെ പ്രവർത്തകർ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയുന്നത്. വിനായകന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ പരസ്യമായി വായിക്കാൻ കഴിയില്ല. അത്രമാത്രം വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നിലവാരം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ആ കമന്റുകൾ. അത് വായിക്കാം. അതിങ്ങനെയാണ്: നിനക്ക് വീഡിയോ ഇടേണ്ടേ ഡാഷ് ചത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ കമന്റ്. നിനക്ക് വീഡിയോ ഇടേണ്ട ഡാഷേ, ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഡാഷ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ചത്തു എന്ന് പറഞ്ഞു എന്നാണ് ആദ്യ കമന്റ്. അതിനുശേഷം ഡാഷ് മോനെ, അവിടെയും ഡാഷ് ഉപയോഗിക്കുന്നത് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മരിച്ചു റോഡിൽ ഷോ നടത്താതെ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയാനില്ലേ ഡാഷ് മോനെ, നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് ആണെന്ന് പറയാനില്ലേ ഡാഷേ എന്നാണ്. അവിടെയും ഡാഷ് ഉപയോഗിക്കുന്നത് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുപോലെ നിരവധി കമന്റുകളാണ് വരുന്നത്. നാവിറങ്ങിപ്പോയോ ഡാഷിന്റെ, എന്തെങ്കിലും ഒന്ന് എഴുതിക്കൂടെ, ഒരു പോസ്റ്റർ എങ്കിലും എന്നതാണ് അടുത്ത കമന്റ്. വിനായക, നിനക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നു. ഡാഷെ, നീ പോസ്റ്റ് ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇത്തവണ നിന്റെ തന്തയാരും ചത്തില്ലേ, പോസ്റ്റ് ഡാഷ് എന്നാണ് പറയുന്നത്. ലൈവ് ഇടുന്നില്ലേ ചോദിക്കുന്നു. TV വെക്കുന്നില്ലേ, ഇപ്പോൾ ലൈവ് ഇടണ്ടേ ഡാഷെ എന്നാണ് അടുത്ത കമന്റ്. എൻ്റെ തന്തയും ചത്ത്, VS-ഉം ചത്ത്, എന്താ കുഴിച്ചിടണം എന്ന് പറയാൻ വിനായകന് ധൈര്യമുണ്ടോ? പറഞ്ഞാൽ വിനായകന്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം, അതോ അയാളുടെ ജാതിയോ എന്ന സ്ഥിരം ന്യായീകരണ കമ്മികളെ ഒന്നും അപ്പോൾ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. സിനിമ അവിടെ നിൽക്കട്ടെ, നിന്നെക്കുറിച്ച് ഉച്ചത്തിൽ പറയാം. തള്ള തൂറിയപ്പോൾ അതിലൂടെ വന്നവൻ, ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പറഞ്ഞത് ആരും മറക്കില്ല. ഇന്ന് നിന്റെ പ്രഹസനം കണ്ടതുകൊണ്ട് പറയാൻ വന്നതാണ് എന്നാണ് അടുത്ത കമന്റ്. അന്ന് പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനും ചത്തു, അയാളും ചത്തു, ചത്താൽ കുഴിച്ചിടണം എന്ന് പറയാൻ ധൈര്യമുണ്ടോ വിനായക? പറഞ്ഞാൽ പിറ്റേന്ന് നീ അഴിയെണ്ണും. ഇപ്പോൾ നീ കണ്ണു നിറഞ്ഞ് കരൾ ഉരുകി വിളിക്കുന്ന ഇൻകുലാബിനെ മാനിക്കുന്നു. അന്ന് ഓരോ കോൺഗ്രസ്സുകാരനും അനുഭവിച്ച വേദന ഇന്നിപ്പോഴും നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണം എന്ന് നിർബന്ധവുമില്ല. പക്ഷെ ഇല്ലായ്മ പറയുന്നത് ഒരു മനുഷ്യനും ഭൂഷണമല്ലട വിനായക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. നീ ഇന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. എന്തേ നിന്റെ തന്ത വീണ്ടും ചത്തോ ഡാഷേ എന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെ വളരെ മോശം ഭാഷയിലാണ് ഈ കമന്റുകൾ എല്ലാം വന്നിരിക്കുന്നത്. അതിനിടയിൽ മാന്യമായ ഭാഷയും ഉപയോഗിച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: താങ്കൾ 2 വർഷം മുൻപ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തോടനുബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതുമായിരുന്നു. 2-3 ദിവസമായി ചാനലുകളിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മാത്രം വാർത്തകൾ വരുന്നത് കണ്ട് പ്രകോപിതനായാണ് താങ്കൾ ആ വാക്കുകൾ ഉപയോഗിച്ചത്. ഇപ്പോൾ ഏറെക്കുറെ സമാനമായ സാഹചര്യം ആവർത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് ചാനലുകൾ
കമന്റുകളിൽ VS മാത്രമേയുള്ളൂ. എന്നാൽ താങ്കൾ അതിൽ പ്രകോപിതനായില്ല എന്ന് മാത്രമല്ല VSനെ അന്ത്യാഭിവാദ്യം മുഴക്കുന്നതും കാണുകയുണ്ടായി. ഇതൊരു തരം ഇരട്ടത്താപ്പല്ലേ? VSനെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടു എന്ന പേരിൽ ഇന്ന് ചിലർക്കെങ്കിലും പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്ന് പരാതികൾ കൊടുത്തിട്ടും താങ്കൾക്കെതിരെ ഒരു കേസും എടുത്തതായി അറിവില്ല. അതും ഒരു ഇരട്ടത്താപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ്. അതിനുശേഷം വളരെ മോശം ഭാഷയിൽ മറ്റൊരു കമന്റുണ്ട്. ഡാഷ് മോനെ വിനായക, അന്ന് നീ കളിച്ചത് നിന്റെ ചീഞ്ഞ രാഷ്ട്രീയം, അല്ലെങ്കിൽ നിന്റെ അച്ഛനും ചത്തു, VSും ചത്തു, ചത്താൽ കുഴിച്ചിടണം എന്ന ധൈര്യമുണ്ടെങ്കിൽ പറയടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. VS മരിച്ചപ്പോൾ നിങ്ങൾ വിളിക്കുന്നത് കേട്ട് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന്. പക്ഷേ OC മരിച്ചപ്പോൾ താൻ പറഞ്ഞത് അങ്ങനെ അല്ലായിരുന്നു, നമിച്ചു, ബാക്കിയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ്. അങ്ങനെ നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നിട്ട പോസ്റ്റ് അല്ല, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇട്ട ഒരു പോസ്റ്റിന് കീഴെയാണ് ഇത്തരം മഹാമോശം ഭാഷയിൽ വിമർശനം അല്ലെങ്കിൽ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നടന്ന സംഭവമാണ്, അത് തെറ്റായിരുന്നു, അത് യാതൊരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. അത് വിമർശനമായി ഉയർന്നു വരികയും ആ പോസ്റ്റ്, ആ വീഡിയോ പിൻവലിക്കുകയും ചെയ്തിരുന്നു വിനായകൻ. അന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. വളരെ മാന്യമായ രീതിയിലാണ് ആ വിഷയം അന്നും ഇന്നും കൈകാര്യം ചെയ്തത് ചാണ്ടിയുമ്മൻ. നാം ആലോചിച്ച് നോക്കണം. ചാണ്ടിയുമ്മന്റെ മാതൃക ഈ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു തെറ്റ് പറ്റിയാൽ അതിൽ ഖേദം പ്രകടിപ്പിച്ചാൽ ക്ഷമിക്കുന്ന സ്വഭാവമാണ് ഉമ്മൻചാണ്ടിക്ക് എന്ന് ഉമ്മൻചാണ്ടിയെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി പോകാറില്ല വ്യക്തിയുടെ പിറകെ. രാഷ്ട്രീയമായി അങ്ങനെയല്ല എന്ന് നമുക്കും ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് ഇട്ട ഒരു വീഡിയോ അത് വലിയ വിവാദമാകുകയും പിൻവലിക്കുകയും ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അതെടുത്ത് വിനായകനെതിരെ സൈബർ ആക്രമണം നടത്തുന്ന കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഒന്ന് ആലോചിക്കേണ്ടത് ഇത് അത്ര മാന്യമായ രീതിയല്ല എന്നാണ്. വിമർശിക്കാം, അതിന് മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ അതിൻ്റെ കുറ്റം, അതല്ലെങ്കിൽ അത് ഒരു നാണക്കേടായി മാറുന്നത് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് തന്നെയാണ് എന്ന് ഈ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും UDF പ്രവർത്തകരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ.